Okay. So last class നമ്മൾ റൂട്ട് ലോക്കസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. പ്രോബ്ലം എല്ലാം മനസ്സിലായില്ല എല്ലാവർക്കും? ക്ലിയർ അല്ലേ? അനുശ്രീ ചെയ്ത പ്രോബ്ലംസ് എല്ലാം. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് എന്തെന്ന് വെച്ചാൽ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ട് ചെയ്ത എല്ലാ പ്രോബ്ലംസും ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ട് വരച്ചിട്ട് കൊണ്ടുവരും. ഓക്കെ, അതിൽ ക്ലിയർ അല്ലേ? റൂട്ട് ലോക്കസ് അഷ്ന ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും ഒരു? ഓക്കെ, സോ നമ്മളിനി പുതിയ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം എഴുതിക്കോളും, കൺട്രോളേഴ്സ്. കൺട്രോളേഴ്സ്. ഓക്കെ, അപ്പം കൺട്രോളേഴ്സ് എന്ന് വെച്ചാൽ a device which is used to modify transient and steady state response of the system. നമ്മുടെ കയ്യിലൊരു കൺട്രോൾ സിസ്റ്റം ഉണ്ട്, അതിന് GS എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ജനറലി എന്താ ചെയ്യുന്നത് വെച്ചാൽ കൺട്രോളേഴ്സ് എന്ന് വെച്ചാൽ ഡിവൈസസ് ആണ്. ഡിവൈസ് ഇതിൻ്റെ കൂടെ കാസ്കേഡഡ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ GCOS എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ ഇവിടെ നമുക്ക് RFS ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. ഓക്കെ, COS. Okay, to modify the transient as well as steady state response of our system, we need to introduce controllers. പല ടൈപ്പ് കൺട്രോളേഴ്സ് ഉണ്ട്. ഇപ്പം ഓൺ ഓഫ് കൺട്രോൾ ആക്ഷൻ അതിന് നമ്മൾ പറയുന്ന 2 പൊസിഷൻ അല്ലെങ്കിൽ സ്വിച്ചസ് നമുക്ക് യൂസ് ചെയ്യാം, കൺട്രോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ പ്രൊപ്പോർഷണൽ കൺട്രോളർ എന്ന് പറയും, ഇന്റഗ്രൽ കൺട്രോളർ എന്ന് പറയും. ഓക്കെ, അങ്ങനെയുള്ള എക്സ്ട്രാ ഡിവൈസസ് നമുക്ക് എന്താ വെച്ചാൽ ഒരു സിസ്റ്റം നിങ്ങൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള റെസ്പോൺസസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ചില പാരാമീറ്റേഴ്സ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ടുള്ള വേറെ ഡിവൈസസ് അതിൻ്റെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എ കൺട്രോളർ വിത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ GCOS can be introduced in cascade with an open loop transfer function that is shown in here, which is used to modify the steady state as well as transient response of a system. ക്ലിയർ ആണോ പറഞ്ഞത്? അനുശ്രീ മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ എന്താണ് ട്രാൻസിയന്റ് റെസ്പോൺസും സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസും എന്താണെന്ന് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം ട്രാൻസിയന്റ് റെസ്പോൺസ് ആയിരിക്കും നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടി വരും അല്ലേ, ചിലപ്പം സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് ആവും, ചിലപ്പോൾ അതിൻ്റെ റൈസ് ടൈം ആയിരിക്കും, ചിലപ്പോൾ അതിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് എററിനെ ആയിരിക്കും നമുക്ക് എന്താ പറയുക റെഡ്യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിവൈസസ്, സർക്യൂട്ട്സുകൾ അല്ലെങ്കിൽ കമ്പോണൻസ് അതിൻ്റെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പം അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രോളറിനെയാണ് നമ്മൾ ഡിവൈസസിനെയാണ് നമ്മൾ കൺട്രോളേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെ കിട്ടുന്ന നമ്മൾ ഒരു ഔട്ട്പുട്ട് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും, നമ്മളൊരു ഇൻപുട്ട് സിഗ്നൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്ത് ചെയ്യും, വേറൊരു കൺട്രോൾ സിഗ്നൽ ഉണ്ടാവും. അതിന് നമ്മൾ പറയുന്ന പേരാണ് കൺട്രോൾ ആക്ഷൻ എന്ന് പറയുന്നത്. Okay. Okay. The manner in which the controller produces a control signal, അതിനെയാണ് നമ്മൾ കൺട്രോൾ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ മാനറിനെയാണ് നമ്മൾ എന്താ പറയുക കൺട്രോൾ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺട്രോളേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമുക്ക് സിഗ്നലിന് മോഡിഫൈ ചെയ്ത സിഗ്നലിന് കൺട്രോൾ സിഗ്നൽ എന്ന് പറയും. ആ ഒരു ആക്ഷനെ നമ്മൾ എന്താ പറയുക, ആ ഒരു മാനറിന് നമ്മൾ എങ്ങനെയാണോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ മാനറിന് നമ്മൾ കൺട്രോൾ ആക്ഷൻ എന്ന് പറയും. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞു? അപ്പോൾ നമുക്ക് പഠിക്കാൻ മെയിനായിട്ട് 4 ടൈപ്പ് കൺട്രോളേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ കൺട്രോളറാണ് പ്രൊപ്പോർഷണൽ കൺട്രോളർ. പ്രൊപ്പോർഷണൽ കൺട്രോളർ. രണ്ടാമത്തത് പ്രൊപ്പോർഷണൽ പ്ലസ് ഇന്റഗ്രൽ കൺട്രോളർ. Okay. Okay, proportional controller, we'll call it as P controller, and this is PI controller. Okay, proportional plus integral controller. The third one is
proportional plus derivative controller. Derivative controller. Proportional plus derivative controller. That is known as PD controller. Okay. And fourth one is proportional plus integral plus derivative controller. This is known as PID controller. PID controller. Okay. So these are the controllers we are going to discuss. Okay. The first one is proportional controller, and next is proportional plus integral controller. Third one is proportional plus derivative controller, and the last controller is proportional plus derivative plus integral controller. Clear അല്ലേ പറയുന്നത്? അപ്പോൾ ഏതൊക്കെ കൺട്രോളേഴ്സ് നമ്മൾ പഠിച്ചത്? എന്തൊക്കെയാണോ പറഞ്ഞത്? എന്തൊക്കെയാ അഞ്ജന? Proportional controller, proportional plus integral controller, proportional plus derivative controller, proportional plus integral plus derivative plus integral. ഇത്രയും കൺട്രോളേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് പ്രൊപ്പോർഷണൽ കൺട്രോളർ അല്ലെങ്കിൽ പി കൺട്രോളർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. ഓക്കെ, പി കൺട്രോളർ. Okay. Okay, the proportional control is the device that produces a control signal. അതിനെ U of T എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു കൺട്രോൾ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും, പ്രൊപ്പോർഷണൽ കൺട്രോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ that control signal is proportional to the input error signal. നമ്മൾ എറർ സിഗ്നൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഇൻപുട്ട് എറർ സിഗ്നലുമായിട്ട് പ്രൊപ്പോർഷൻ ആയിരിക്കുന്ന കൺട്രോളേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാം? പ്രൊപ്പോർഷണൽ കൺട്രോൾ എന്നുള്ളത്. പ്രൊപ്പോർഷണൽ കൺട്രോളർ എന്ന് പറഞ്ഞാൽ എന്താണ്? The control signal which is proportional to the error signal. Okay, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊപ്പോർഷണൽ കൺട്രോളർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഒരു എറർ സിഗ്നൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ? G of S, ഇവിടെ H of S. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ R of S ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു എറർ സിഗ്നൽ ഉണ്ട്, അതിനെ E of S അല്ലെങ്കിൽ E of T എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യും അല്ലേ? ഇത് C of S. ഇവിടുന്ന് ഫീഡ്ബാക്ക് കഴിഞ്ഞതിന് ശേഷം അതെന്താണ്? ഇവിടെ നിന്ന് വരുന്ന സിഗ്നലിന് ആർ ഓഫ് എസ് തമ്മിൽ ഡിഫറൻസ് ആയിരിക്കും E of T. അതാണ് നമ്മുടെ ഇൻപുട്ട് ആയിട്ട് ഈ ബ്ലോക്കിലേക്ക് പോകുന്നത്. ഓക്കെ, സോ ദാറ്റ് അവർ പ്രൊപ്പോർഷണൽ കൺട്രോൾ ഈസ് ദാറ്റ് ഇൻ വിച്ച് ദ കൺട്രോൾ സിഗ്നൽ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ എറർ സിഗ്നൽ. അങ്ങനെയുള്ള കൺട്രോളേഴ്സിനാണ് നമ്മൾ എന്ത് പറയുക? പ്രൊപ്പോർഷണൽ കൺട്രോളർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിക്കഴിഞ്ഞാൽ U of T is equal to E of T എന്ന് പറയും. ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. ആ കോൺസ്റ്റന്റിനെ നമ്മൾ എന്ത് ചെയ്യും? KP എന്ന് റെപ്രസെന്റ് ചെയ്യും. KP. ഓക്കെ, അപ്പം ഈ KP നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊപ്പോർഷണൽ ഗെയിൻ ഓർ കോൺസ്റ്റന്റ് കേട്ടോ. പ്രൊപ്പോർഷണൽ ഗെയിൻ ഓർ കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. ഓക്കെ, നമുക്ക് ഇതിനെ ലാപ്ലേസിലേക്ക് മാറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ഹൗ ക്യാൻ വി റെപ്രസെന്റ് ദിസ്? U of S is equal to KP into E of S, റൈറ്റ്? അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. സോ യു ക്യാൻ റൈറ്റ് U of S ഡിവൈഡ് ബൈ E of S. ഇതിനെയാണ് നമ്മൾ പ്രൊപ്പോർഷണൽ ഗെയിൻ അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഒക്കെ വിളിക്കും കേട്ടോ. അപ്പോൾ പി കൺട്രോളറിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ള U of S by E of S. അപ്പോൾ എന്താണ് പി കൺട്രോളർ എന്ന് പറഞ്ഞാൽ? എന്താണ് പ്രശ്നം? എന്താണ് പറ? control signal proportional to the കൺട്രോൾ സിഗ്നലും എറർ സിഗ്നലും പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയുള്ള കൺട്രോളേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊപ്പോർഷണൽ കൺട്രോളർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഓക്കെ, അപ്പോൾ പ്രൊപ്പോർഷണൽ കൺട്രോളർ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന്റെ എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് ട്രാക്കിംഗ് അക്യുറസി ഇംപ്രൂവ് ചെയ്യും. ഇതൊക്കെ നോട്ട് ചെയ്യാം.
steady state tracking accuracy. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇമ്പ്രൂവ് ആവുന്നത് എന്താണ്? റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ആവും. ഓക്കെ, നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയം കേട്ടോ. ക്ലിയർ ആകുന്നുണ്ടോ? സ്റ്റഡി സ്റ്റേറ്റ് ട്രാക്കിംഗ് അക്യുറസിയും റിലേറ്റീവ് സ്റ്റെബിലിറ്റിയും ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ നോയിസ് സിഗ്നൽ റിജക്ഷൻ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് സിഗ്നൽ റിജക്ഷൻ ഇമ്പ്രൂവ് ആവും. ഈ പോയിന്റ്സുകൾ ഓർത്ത് വെക്കണം കേട്ടോ. നമ്മൾ പ്രൊപ്പോർഷണൽ കൺട്രോളർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ടാവും ഇമ്പ്രൂവ് ആവും, ഇത്രയും ഫാക്ടേഴ്സിൽ എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ ഇവിടെ നോക്കുക. നിങ്ങൾ പ്രൊപ്പോർഷണൽ കൺട്രോളർ നമ്മൾ ഇമ്പ്രൂവ് ഇ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ എറർ സിഗ്നലാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ എറർ സിഗ്നൽ ഈ കെ പി എന്ന് പറഞ്ഞ ഫാക്ടർ വെച്ചിട്ട് എന്താവും? ആംപ്ലിഫൈ ചെയ്യുക അല്ലേ, ഇമ്പ്രൂവ് ആവുക, ഐ മീൻ ഇൻക്രീസ് ചെയ്യുക അല്ലേ. അപ്പം കെ പി എന്ന് പറഞ്ഞാൽ അതായത് ലൂപ്പ് ഗെയിൻ എന്ത് ചെയ്യും? നമ്മുടെ ടോട്ടൽ ലൂപ്പ് ഗെയിനും അതോടൊപ്പം തന്നെ ഇമ്പ്രൂവ് ആവും. കെ പി എന്ന് പറഞ്ഞ ഫാക്ടർ വെച്ചിട്ട് ഇമ്പ്രൂവ് ആവും. ഓക്കെ, ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് സ്റ്റഡി സ്റ്റേറ്റ് എറർ ആയിരിക്കും. കോൺസ്റ്റന്റ് സ്റ്റഡി സ്റ്റേറ്റ് എറർ. ഒരു എറർ നമ്മൾ വലിയൊരു വാല്യൂ നമ്മൾ ഫിക്സ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമ്പ്രൂവ് ചെയ്യില്ല. എപ്പോഴും എന്തായിരിക്കും? ആ കോൺസ്റ്റന്റ് സ്റ്റഡി സ്റ്റേറ്റ് ഉള്ള അത് എറർ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നത്? റോഷ്നി ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, അടുത്ത എന്താ? നമ്മുടെ പി കൺട്രോളർ കഴിഞ്ഞു. നെക്സ്റ്റ് എന്താ വരുമോ? എന്താണ്? പി ഐ കൺട്രോളർ ആണ് അല്ലേ, പ്രൊപ്പോർഷണൽ പ്ലസ് ഇന്റഗ്രൽ കൺട്രോളർ. പി ഐ കൺട്രോളർ. ഓക്കെ, പി ഐ കൺട്രോളർ. ഓക്കെ, എന്തായിരിക്കും പി ഐ കൺട്രോളർ എന്ന് പറഞ്ഞാൽ? ഇനി സിംപ്ലി ഈ ഐ കൺട്രോളർ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ പ്രൊപ്പോർഷണൽ കൺട്രോളർ പറഞ്ഞു, അതുപോലെ ഐ കൺട്രോളർ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. ഐ കൺട്രോളർ. അപ്പോൾ എന്തായിരിക്കും ഐ കൺട്രോളർ? പ്രൊപ്പോർഷണൽ കൺട്രോളർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ദ കൺട്രോൾ സിഗ്നൽ വിൽ ബി പ്രൊപ്പോർഷണൽ ടു അവർ എറർ സിഗ്നൽ. ഐ കൺട്രോളർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തായിരിക്കും ഐ കൺട്രോളർ എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും അനുശ്രീ? ഇന്റഗ്രൽ കൺട്രോളർ എന്ന് പറയും. ഇന്റഗ്രൽ കൺട്രോളർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ കൺട്രോളർ എന്താ പറഞ്ഞത്? നമ്മളെ പ്രൊപ്പോർഷണൽ കൺട്രോളർ എന്ന് പറഞ്ഞാൽ നമ്മളെ എറർ സിഗ്നലിന് പ്രൊപ്പോർഷൻ ആയിരിക്കും കൺട്രോൾ സിഗ്നൽ. ഐ കൺട്രോളർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അഷ്ന? അതിന്റെ ഇന്റഗ്രലിനായിരിക്കും പ്രൊപ്പോർഷൻ ആയിട്ടിരിക്കും. അതായത് ഇന്റഗ്രൽ കൺട്രോളർ എന്ന് പറഞ്ഞാൽ എന്താണ്? എറർ സിഗ്നലിന്റെ ഇന്റഗ്രൽ വാല്യൂന് പ്രൊപ്പോർഷണൽ ആയിരിക്കും യു ഓഫ് ടി അല്ലെങ്കിൽ കൺട്രോൾ സിഗ്നൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊപ്പോർഷണൽ പ്ലസ് ഇന്റഗ്രൽ കൺട്രോളറാണ്. അപ്പോൾ അതിന് എന്തുണ്ടാവും? രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടാവും. ഒന്ന് എന്താണ്? രണ്ട് ടേംസ് ഉണ്ടാവും. അപ്പം യു ഓഫ് ടിക്ക് രണ്ട് ടേംസ് ഉണ്ടാവും. അപ്പോൾ ആ യു ഓഫ് ടി എന്ന് പറയുന്നത് എന്തിനൊക്കെ പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഒന്ന് പ്രൊപ്പോർഷണൽ ടു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദാറ്റ് ഇൻപുട്ട് സിഗ്നൽ. രണ്ടെന്തായിരിക്കും? പ്ലസ് ആണ് നമ്മൾ പറയുന്നത് അല്ലേ. പ്ലസ് എന്ത് വരും? അതിന്റെ ഇന്റഗ്രലുമായിട്ടും പ്രൊപ്പോർഷണൽ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? Okay, the proportional plus integral controller produces an output signal or control signal that consists of two terms. എന്തൊക്കെയാണ്? One proportional to that error signal and other proportional to the integral of that error signal. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അനുശ്രീ ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഇവിടെ? യു ഓഫ് ടി പ്രൊപ്പോർഷണൽ ടു ഇ ഓഫ് ടി പ്ലസ് ഇന്റഗ്രൽ ഓഫ് ഇ ഓഫ് ടി എന്ന് പറയും അല്ലേ.
അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. സോ വെൻ വി eliminate this proportionality sign, we can write that u of t is equal to kp into e of t. അത് നമ്മൾ ഓൾറെഡി എഴുതിയാണ്. പ്ലസ് കെ ഐ ഇൻറ്റു ഇ ഓഫ് ടി, സോറി കെ ഐ ഇൻറ്റു ഇ ഓഫ് ടി ഡി ടി, ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇത് രണ്ടിനും കോമൺ ആണ് കേട്ടോ. ഓക്കെ, അപ്പം എന്ത് വരും? യു ഓഫ് ടി ഇസ് ഈക്വൽ ടു കെ പി ഇൻറ്റു ഇ ഓഫ് ടി പ്ലസ് കെ ഐ ഇൻറ്റു ഇ ഓഫ് ടി ഡി ടി എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, അപ്പോൾ കെ പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റും മറ്റേത് ഇന്റഗ്രൽ കോൺസ്റ്റന്റ് ഓർ ഗെയിൻ. പ്രൊപ്പോർഷണൽ ഗെയിൻ എന്ന് പറയും. ഇതിനെ നമ്മൾ പ്രൊപ്പോർഷണൽ ഗെയിൻ എന്ന് പറയും. പ്രൊപ്പോർഷണൽ ഗെയിൻ എന്ന് പറയും, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയും. ഇതിനെ നമ്മൾ ഇന്റഗ്രൽ കോൺസ്റ്റന്റ് ഓർ ഇന്റഗ്രൽ ഗെയിൻ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണോ പറയുന്നത്? ഡൊമിനിക്ക് മനസ്സിലാകുന്നില്ല? ഷാരോൺ ക്ലിയർ അല്ലേ പറയുന്നത്? ക്ലിയർ. ഇനി നമ്മൾ ഇതിനെ ഇക്വേറ്റ് ചെയ്യുന്ന നമുക്ക് കെ പിന്റെ ഇക്വേഷൻ നിങ്ങൾ ഇതിനൊന്നും ചെയ്ത് എഴുതി നോക്കി. നമ്മൾ അതിന് ആദ്യം ലാപ്ലേസിലേക്ക് മാറ്റാം. അപ്പം അങ്ങനെ എഴുതാം, യു ഓഫ് എസ് ഇസ് ഈക്വൽ ടു കെ പി ഇൻറ്റു ഇ ഓഫ് എസ്. ഇതിനെങ്ങനെ വരും? പ്ലസ് എ ഐ ഇൻറ്റു ഇ ഓഫ് എസ് ബൈ എസ് എന്ന് വരും അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിന് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കും നിങ്ങൾ. ഇ ഓഫ് എസ് ബൈ യു ഓഫ് എസ് ഇതിൽ നിന്ന് ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാൽ ഇതിനെ നിങ്ങൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. എന്നിട്ട് ഇ ഓഫ് എസ് ബൈ യു ഓഫ് എസ് കണ്ടുപിടിക്കും. യു ഓഫ് എസ് ബൈ യു ഓഫ് എസ് എന്താണെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, കിട്ടിയോ? അഞ്ജന കിട്ടിയോ? കിട്ടിയോ അഞ്ജന? എന്താ വന്നത്? പറ. KP plus KI by S. കെ പി പ്ലസ് കെ ഐ ബൈ എസ്. ഇതെല്ലാവർക്കും കിട്ടിയിട്ടില്ല? ഇതായിരിക്കും നമ്മളെ പ്രൊപ്പോർഷണൽ പ്ലസ് ഇന്റഗ്രൽ കൺട്രോളറിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ കെ പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണെന്ന്. കെ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റഗ്രൽ ഗെയിൻ. കെ പി എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ഗെയിൻ. ഓക്കെ, ക്ലിയറല്ലേ പറഞ്ഞു? ഓക്കെ, ഇനി നമ്മൾ ഇന്റഗ്രൽ കൺട്രോളർ, പ്രൊപ്പോർഷണൽ പ്ലസ് ഇന്റഗ്രൽ കൺട്രോളർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള എഫക്ട്സുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒന്ന് എന്താണ്? സ്റ്റഡി സ്റ്റേറ്റ്, സോറി, നിങ്ങൾ ഇതിലൊന്ന് വേറെ അതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ നോക്കിയത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്? ഒരു എസിന്റെ ടേം നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട് അല്ലേ? അപ്പൊ എന്താ സംഭവിക്കുന്നത് ഇവിടെ? എസിന്റെ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ ടോട്ടൽ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താ സംഭവിക്കും? നിങ്ങൾ നോക്കോ എന്താ സംഭവിക്കോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ? എസ് വരുക, എസിന്റെ ടേം ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എസിന്റെ ടേം കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സിസ്റ്റത്തിൽ എന്താണ് മാറുന്നത്?
എന്തായിരിക്കും മാറുക? എന്തായിരിക്കും അനുസരിക്കുന്നത്? നിങ്ങൾ ഡിനോമിനേറ്റർ ടേമിൽ എസ് അല്ല ഡിനോമിനേറ്റർ ടേമിൽ എസ് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? സിസ്റ്റത്തിന് എന്താ മാറുക? ഇൻക്രീസ് ചെയ്യും. എന്ത് ഇൻക്രീസ് ചെയ്യും? ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതാണോ നമ്മൾ പറയാം? സ്റ്റെബിലിറ്റിയാ? സ്റ്റെബിലിറ്റി അല്ല, നിങ്ങൾ അതിന് മുമ്പിലൊക്കെ നമ്മൾ പഠിച്ച സംഭവങ്ങളില്ലേ സ്റ്റെബിലിറ്റി. നമ്മൾ എസിന്റെ ഇത് വെച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചിട്ടില്ല. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ മാക്സിമം ഡിഗ്രി എന്ന് പറയുന്നത് എസ് ക്യൂബ് ആണ്. ഒരു എസും കൂടി വരുമ്പോൾ എന്താ സംഭവിക്കുക? S⁴ ആവൂലേ? അപ്പൊ എന്താ അവിടെ മാറുന്നത്? എന്താ പറ, എന്താ മാറുക അതിൽ? ഓർഡറിന്റെ സ്റ്റേറ്റ് മാറിയോ? ഓർഡർ മാറും അല്ലെ? സിസ്റ്റത്തിന്റെ ഓർഡർ മാറി. സിസ്റ്റത്തിന്റെ ഓർഡറും മാറി, അതുപോലെ തന്നെ സിസ്റ്റത്തിന്റെ ടൈപ്പ് നമ്പറും മാറി. ടൈപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടൈപ്പ് നമ്പർ? ഒറിജിനില് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് പോൾസിന്റെ ഒറിജിനിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പോൾസിന്റെ എണ്ണത്തിനെയാണ് ടൈപ്പ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു എസ് വന്നു കഴിഞ്ഞാൽ എന്തായി? ടൈപ്പ് നമ്പർ മാറിയില്ല അല്ലെ? അപ്പം ഓർഡറും ടൈപ്പ് നമ്പറും എന്താവും? മാറും. മാറുമെന്ന് വെച്ചാൽ ഓർഡർ ആൻഡ് ടൈപ്പ് നമ്പർ ഓഫ് ദ സിസ്റ്റം വിൽ ഇൻക്രീസ് ബൈ 1. ഒന്നായിട്ട്. ഇപ്പൊ മൂന്നാം ടൈപ്പ് നമ്പർ ആണെങ്കിൽ എന്തായിട്ട് മാറും? അത് 4 ആയിട്ട് മാറും. ഓർഡർ 3 ആണെങ്കിൽ എന്താവും? അത് 4 ആവും. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഓർഡറും ടൈപ്പ് നമ്പറും എന്തായി? ഇൻക്രീസ് ചെയ്തു. ഓക്കെ. പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് എററിനെ ഇതിനെ റെഡ്യൂസ് ചെയ്യും. സ്റ്റഡി സ്റ്റേറ്റ് എറർ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. സ്റ്റഡി സ്റ്റേറ്റ് എറർ റെഡ്യൂസ് ചെയ്യും. PI കൺട്രോളർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? സ്റ്റഡി സ്റ്റേറ്റ് എറർ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇത്രയും നോട്ട് ചെയ്യുക. ഓർഡറും ടൈപ്പ് നമ്പറും ഇൻക്രീസ് ചെയ്യും. സിമിലർലി സ്റ്റഡി സ്റ്റേറ്റ് എററിനെ റെഡ്യൂസ് ആണ് ചെയ്യുക. നോട്ട് ചെയ്യുക, സ്റ്റഡി സ്റ്റേറ്റ് എററിനെ റെഡ്യൂസ് ചെയ്യും. ക്ലിയർ? ക്ലിയർ അല്ലേ? ഡൊമിനിക് ക്ലിയർ അല്ലേ പറഞ്ഞത്? വിഷ്ണു മനസ്സിലായിട്ടില്ല? ഇനി നെക്സ്റ്റ് എന്താണ്? PD കൺട്രോളർ. പ്രൊപ്പോർഷണൽ പ്ലസ് ഡെറിവേറ്റീവ് കൺട്രോളർ. പ്രൊപ്പോർഷണൽ പ്ലസ് ഡെറിവേറ്റീവ് കൺട്രോളർ. അപ്പൊ പ്രൊപ്പോർഷണൽ പ്ലസ് ഡെറിവേറ്റീവ് കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഓക്കെ. അപ്പൊ എന്തായിരിക്കും PD കൺട്രോളർ എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? എങ്ങനെ ഉണ്ടാവോ? എങ്ങനെ ആയിരിക്കും അനുശ്രീ? നമ്മൾ PI കൺട്രോളർ പറഞ്ഞു. സിമിലർലി എന്തായിരിക്കും PD കൺട്രോളർ എന്ന് പറഞ്ഞാൽ? പ്രൊപ്പോർഷണൽ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് എറർ സിഗ്നൽ. പ്രൊപ്പോർഷണൽ പ്ലസ് ഡെറിവേറ്റീവ് കൺട്രോളർ. അപ്പൊ അത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം?
proportional plus derivative control ആണ്. U of t, how can you represent U of t? U of t എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രപ്പോർഷണൽ ടു ഒന്ന് നമ്മുടെ ഇ ഓഫ് ടി, അടുത്ത എന്താ വരുക? പ്ലസ് എന്ത് വരും? കുട്ടികളെ എന്താ വരുമോ? ഡെറിവേറ്റീവ് അല്ല, അപ്പൊ നമ്മളങ്ങനെ റെപ്രസെന്റ് ചെയ്യും. എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം അഷ്ന? d by dt of e of t. d by dt of e of t. d by dt of e of t. ഓക്കെ, അപ്പൊ നേരത്തെ എഴുതിയ പോലെ എഴുതുക. നമ്മൾ ഇതിനെ എന്താക്കുക? ലാപ്ലേസിലേക്ക് മാറ്റുക. യു ഓഫ് എസ് ഇസ് യു ഓഫ് എസ് പ്രൊപ്പോർഷണൽ ടു ഇ ഓഫ് എസ് പ്ലസ് എന്താ വരുക? ഇവിടെ എന്ത് വരും? എസ് ഇൻറ്റു ഇ ഓഫ് എസ് എന്ന് വരും അല്ലേ. അപ്പം യു ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? കെ പി ഇ ഓഫ് എസ്. ഇത് നമ്മൾ കെ ഡി എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. കെ ഡി എസ് ഇൻറ്റു കെ ഡി ഇൻറ്റു ഇ ഓഫ് എസ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇനി നിങ്ങൾ ഇതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഇ യു മിൻ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കും. കെ പിയും കെ ഡിയും കണ്ടുപിടിക്കും. കെ ഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കെ പി എന്ന് വെച്ചാൽ പ്രൊപ്പോർഷണൽ ഗെയിൻ എന്ന് പറയും. ഇതിന് ഡെറിവേറ്റീവ് ഗെയിൻ എന്ന് പറയും കേട്ടോ. ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ഓർ ഡെറിവേറ്റീവ് ഗെയിൻ എന്ന് പറയും കെ ഡിന്. ഡെറിവേറ്റീവ് ഗെയിൻ ഓർ കോൺസ്റ്റന്റ്. ഓക്കെ, ഇപ്പൊ യു ഓഫ് എസ് ബൈ ഇ ഓഫ് എസ് കണ്ടുപിടിക്കും. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ യു ഓഫ് എസ് ബൈ ഇ ഓഫ് എസ് അങ്ങനെ എഴുതുക. എന്തായിരിക്കും വരുക? എന്തായിരിക്കും വരുക അഞ്ജന? പറഞ്ഞോ. kp plus s into kd. കെ പി പ്ലസ് എസ് ഇൻറ്റു കെ ഡി. ഇതായിരിക്കും നിങ്ങളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അത് എഴുതും. ഇവിടെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കിയേ. ഇവിടെ എസ് നമ്മൾ ന്യൂമറേറ്ററിലാണ് ഒരു എസ് വരും അല്ല, ഇത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? എന്താ സംഭവിക്കുക അനുശ്രീ? പറയാം, എന്താ സംഭവിക്കുക? ഓർഡർ റെഡ്യൂസ് ചെയ്യും. ഓർഡർ റെഡ്യൂസ് ബൈ 1 അല്ലേ? ഓർഡറും അതുപോലെ ടൈപ്പ് നമ്പർ എന്താവും? 1 വെച്ചിട്ട് റെഡ്യൂസ് ആവും. അതാണ് പി ഡി കണ്ടർ. അപ്പോൾ അത് നോട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന എഫക്ട്സ് ആണ്. ഒന്ന്, ഡാമ്പിംഗ് റേഷ്യോ ഇൻക്രീസ് ആവും. ഡാമ്പിംഗ് റേഷ്യോ ഇൻക്രീസ് ആവും. അതുപോലെ പീക്ക് ഓവർഷൂട്ട്. പീക്ക് ഓവർഷൂട്ട് ഇൻക്രീസ് ആവും. റൈസ് ടൈം റെഡ്യൂസ് ആവും കേട്ടോ. റൈസ് ടൈം റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഡാമ്പിംഗ് റേഷ്യോ, പീക്ക് ഓവർഷൂട്ട് ഇൻക്രീസ് ആവും. അതേസമയം റൈസ് ടൈം ഡിക്രീസ് ആവും. പ്രൊപ്പോർഷണൽ പ്ലസ് ഡെറിവേറ്റീവ് കൺട്രോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ,
ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? PID കൺട്രോളർ ആണ് കേട്ടോ. PID കൺട്രോളർ. അപ്പോൾ PID കൺട്രോളർ എന്തായിരിക്കും? PID കൺട്രോളർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പറ, എന്തായിരിക്കും ആദിൽ PID കൺട്രോളർ? പ്രൊപ്പോർഷണൽ പ്ലസ് ഇന്റഗ്രൽ പ്ലസ് ഡെറിവേറ്റീവ് കൺട്രോൾ. ഡെറിവേറ്റീവ് പ്ലസ് ഇന്റഗ്രൽ കൺട്രോൾ. അപ്പോൾ U of t നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? U of t പ്രൊപ്പോർഷണൽ ടു E of t അല്ല, പ്ലസ് ഇന്റഗ്രൽ ഓഫ് E of t dt പ്ലസ് d/dt ഓഫ് E of t. ഇതായിരിക്കും പ്രൊപ്പോർഷണൽ പ്ലസ് ഇന്റഗ്രൽ സിഗ്നലിന്റെ ഔട്ട്പുട്ട് സിഗ്നൽ അല്ലെങ്കിൽ കൺട്രോൾ സിഗ്നലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിനെ മാറ്റി നോക്കിയാൽ എന്ത് കിട്ടും? U of t is equal to എന്തായാലും Kp E of t plus Ki integral E of t dt plus Kd E of t. Okay. U of s is equal to എന്തായാലും Kp E of s plus Ki E of s by s plus Kd E of s, s into Kd into E of s. So our transfer function will be U of s is equal to Kp plus Ki plus Ki by s plus s into Kd എന്നാണ്. ഓക്കെ, അപ്പം ഇവിടെയുള്ള ഇതാണ് എന്ത് നമ്മൾ പറഞ്ഞത്? പ്രൊപ്പോർഷണൽ പ്ലസ് ഇന്റഗ്രൽ പ്ലസ് ഡെറിവേറ്റീവ് കൺട്രോളർ. അപ്പോൾ അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് എഴുതിയത്. Kp എന്താണെന്ന് നിങ്ങൾക്കറിയാം, പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ്, Ki ഇന്റഗ്രൽ കോൺസ്റ്റന്റ്, Kd ഡെറിവേറ്റീവ് കോൺസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കമ്പൈൻഡ് എഫക്റ്റ് കിട്ടാനാണ്. ഇന്റഗ്രൽ കൺട്രോളറേയും അതുപോലെ തന്നെ ഡെറിവേറ്റീവ് കൺട്രോളറിന്റെയും കമ്പൈൻഡ് എഫക്റ്റ് നമുക്കിപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് ട്രാക്കിംഗ് അക്യുറസി ഇമ്പ്രൂവ് ചെയ്യണം, അതിൻ്റെ കൂടെ തന്നെ പീക്ക് ഓവർഷൂട്ട് ഇമ്പ്രൂവ് ചെയ്യണമെന്നായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ കമ്പൈൻഡ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കമ്പൈൻഡ് ആയിട്ട് സ്റ്റഡി സ്റ്റേറ്റിലും അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഇന്റഗ്രൽ കൺട്രോളറിൻ്റെയും ഡെറിവേറ്റീവ് കൺട്രോളറിൻ്റെയും പെർഫോമൻസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? PID കൺട്രോളർ യൂസ് ചെയ്യുന്നത് കേട്ടോ. PID കൺട്രോളർ. അപ്പോൾ ഇതും ഇതിൻ്റെ ഇക്വേഷൻസും അതുപോലെ തന്നെ ഇതിനെ പറ്റിയിട്ട് തിയറി ചോദിക്കാറുണ്ട്, ഇതിൻ്റെ എഫക്ട്സും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇക്വേഷൻസും അതിൻ്റെ ഓരോന്നിലും ഉണ്ടാകുന്ന ഓരോന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ അതിൻ്റെ എഫക്റ്റ് എന്തിനാണ് അത് ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളത് ശരിക്കും പഠിച്ചു നോക്കും. മനസ്സിലായി പറഞ്ഞത്? എന്തായാലും നമ്മൾ ഇന്റഗ്രൽ കൺട്രോളർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്തൊക്കെയാണ്? എന്തൊക്കെ അഷ്ണം? ഓർഡറും ടൈപ്പും ഇൻക്രീസ് ബൈ 1. പിന്നെ ഏതൊക്കെ പാരാമീറ്ററിലാണ് മാറ്റം വരുന്നത്? സ്റ്റഡി സ്റ്റേറ്റ് എറർ റെഡ്യൂസ് ചെയ്യും. അല്ല, പിന്നെ കോൺസ്റ്റന്റ് സ്റ്റഡി സ്റ്റേറ്റ് എറർ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിൻ്റെ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു നോക്കും കേട്ടോ. അപ്പോൾ ഈ മൊഡ്യൂള് കഴിഞ്ഞു. ഇതിൽ ഇനി വേറെ ചെറിയൊരു ടോപ്പിക്ക് എഫക്റ്റ് ഓഫ് അഡീഷൻ ഓഫ് പോൾസ് ആൻഡ് സീറോസ് ഓൺ റൂട്ട് ലോക്കസ് ആണ്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, ചെറിയൊരു ടോപ്പിക്കാണ്. ഓക്കെ, നമ്മൾ റൂട്ട് ലോക്കസ് നമ്മൾ വരച്ചു. നമ്മൾ എന്താ ചെയ്യുക, അതിനകത്ത് സീറോസും അതുപോലെ തന്നെ പോൾസും ഒക്കെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ കൂടെ നമ്മൾ സീറോ പോളോ ആഡ് ചെയ്ത് വരും. നമ്മളുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ സീറോയും പോളോ ആഡ് ചെയ്ത് വരുന്ന സമയത്ത് എന്താണ് അതിന് വ്യത്യാസം വരുന്നത്, നമ്മുടെ റൂട്ട് ലോക്കസിന് എന്താണ് വ്യത്യാസം വരുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, നമ്മൾ പോൾസ് ആണ് നമ്മൾ ആഡ് ചെയ്ത് വരുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, പോൾസ് ആണ് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ റിലേറ്റീവ്
സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും, നമ്മളെ വ്യത്യാസം ഷിഫ്റ്റ് ചെയ്യും. അതായത് ആസ് എൻ എഫക്ട് ഓഫ് ഷിഫ്റ്റിംഗ് ദ റൂട്ട് ലോക്കസ് ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ എസ് പ്ലെയിൻ. അപ്പോൾ റൂട്ട് ലോക്കസ് ഇവിടെ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ സപ്പോസ് ഇങ്ങനെയാണ് റൂട്ട് ലോക്കസ് ഉള്ളതെന്ന് നിങ്ങൾ വിചാരിക്കും. ഓക്കെ ഓക്കെ, ആ റൂട്ട് ലോക്കസ് എന്താവും, റൈറ്റിലേക്ക് എന്താവും, ഷിഫ്റ്റ് ചെയ്ത് വരും. അതൊക്കെ നടക്കാം. നമ്മളൊരു 0 ആഡ് ചെയ്ത് വരുവാണെങ്കിൽ ആ റൂട്ട് ലോക്കസിന് എന്താ സംഭവിക്കുക വെച്ചാൽ അത് പതുക്കെ എന്ത് ചെയ്യും, റൈറ്റിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന, അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്, അഡീഷൻ ഓഫ് 0 ആണ് കേട്ടോ, സോറി അഡീഷൻ ഓഫ് പോളാണ്. 0 എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് പോൾസ്. ഇവിടെ ഒരു പോളുണ്ട്, ഇവിടെ ഒരു പോളുണ്ട്, ഇവിടെ ഒരു പോളുണ്ട് എന്ന് വിചാരിക്കുക. ഒരേ പോളും കൂടി നമ്മൾ ആഡ് ചെയ്ത് വരുമ്പോൾ എന്താവും, ഈ റൂട്ട് ലോക്കസ് എന്ത് ചെയ്യും, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ഇനി നെക്സ്റ്റ് അഡീഷൻ ഓഫ് 0 ആണ്. നമ്മൾ പോളാണ് പറഞ്ഞത്. നെക്സ്റ്റ് അഡീഷൻ ഓഫ് 0 ആണ്. അഡീഷൻ ഓഫ് 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ റൂട്ട് ലോക്കസ് ലെഫ്റ്റിലേക്ക് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇതിന്റെ സ്റ്റെബിലിറ്റി എന്താ സംഭവിക്കുക, പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, റൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ സ്റ്റെബിലിറ്റിക്ക് എന്താ സംഭവിക്കുന്നുണ്ടാവുക, സ്റ്റെബിലിറ്റി കുറയോ കൂടുമോ? അതിന്റെ റിലേറ്റീവ് സ്റ്റെബിലിറ്റി എന്ന് പറയാം. റിലേറ്റീവ് സ്റ്റെബിലിറ്റിക്ക് എന്ത് വ്യത്യാസം ഉണ്ടാവുക, നമ്മൾ പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്താ സംഭവിക്കുന്നത്, റൂട്ട് ലോക്കസിന്റെ ആ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കർവ് എന്ത് ചെയ്യും, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, സ്റ്റെബിലിറ്റി കുറയാണോ, റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ആവുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ റെഡ്യൂസ് ആവുകയാണോ ചെയ്യുക, ഇൻക്രീസ് ആവുകയാണോ ചെയ്യുക, റെഡ്യൂസ് ആവുകയാണോ ചെയ്യുക? സ്റ്റെബിലിറ്റിക്ക് എന്താ വ്യത്യാസം വരുന്നത്, എന്തായിരിക്കും അഞ്ചന? റെഡ്യൂസ് ചെയ്യും അല്ലേ. റെഡ്യൂസ് ചെയ്യുന്ന വെച്ചാൽ അത് അൺസ്റ്റേബിൾ, ആ സിസ്റ്റം എന്താ പറയുക, ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നുണ്ടാവുക നമ്മൾ പോൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കേട്ടോ. സിമിലർലി നമ്മൾ 0 ആഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ശ്രദ്ധിക്കുക, 0 ആഡ് ചെയ്യുന്ന സമയത്ത് റൂട്ട് ലോക്കസ് ലെഫ്റ്റിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനൊരു റൂട്ട് ലോക്കസ് ആണോ കർവാണോ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ഇവിടെയൊക്കെ നമുക്ക് പോൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മളൊരു 0 ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ റൂട്ട് ലോക്കസ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ റൈറ്റിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വരാം. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത്? ഇവിടെ 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കർവ് എന്താവാം, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരാം. 0 ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ റിലേറ്റീവ് സ്റ്റെബിലിറ്റി എന്താ സംഭവിക്കുക, ഇൻക്രീസ് ചെയ്യുക കേട്ടോ. റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഇൻക്രീസ് ആവും. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ ഇത്രയാണ് അതിൽ പറയാനുള്ള. ഈ മൊഡ്യൂള് നമുക്ക് കഴിഞ്ഞു. ഈ മൊഡ്യൂളിൽ മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്ന സംഭവം എന്ന് പറയുന്നത് എന്താണ്,